പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഈ മാസം 15ാം തീയതിയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് അടുത്ത മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന് എതിരാളിയായിട്ട് വരുന്നത്. എന്ത് വിധേനയും ആ മത്സരത്തിൽ ഒരു വിജയം നേടിയെടുത്താൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനോട് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും ഏറെക്കുറെ പുറത്തായി കഴിഞ്ഞു എന്ന് തന്നെ നിലവിൽ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും മോഹൻ ബഗാന്റെ 5ഓളം താരങ്ങൾ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതും അവരുടെ പ്രധാനപ്പെട്ട 5 താരങ്ങളായിരിക്കും കളിക്കാത്തത്. അതൊക്കെ ഒരു മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ വിജയം സ്വന്തമാക്കി എടുക്കാൻ സാധിക്കും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്നാൽ വീഡിയോ കടക്കും മുമ്പ് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളിപ്പോൾ നിലവിൽ ഒരു സെക്കൻഡ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. ഫുട്ബോൾ ലോകം എന്ന് പറയുന്ന ഒരു ചാനലാണ് നമ്മളിപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ആ ചാനലിന്റെ ലിങ്ക് ഇവരുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. വേൾഡ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ചാനൽ നമ്മൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് കടക്കും മുമ്പ് ഇരു ടീമുകളും എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 8 മത്സരങ്ങളാണ് ഇരു ടീമുകളും കളിച്ചിട്ടുള്ളത്. അതിൽ 6 മത്സരത്തിലും വിജയിച്ചത് മോഹൻ ബഗാനാണ്. ഒരെണ്ണത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചത്. ഒരു മത്സരം സമനിലയിലും കലാശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോളുകളുടെ കാര്യത്തിൽ 13 ഗോളുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത്. എന്നാൽ മോഹൻ ബഗാൻ 21 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ അടിച്ചുകൂട്ടിയിട്ടുള്ളത്. കണക്കുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുൻതൂക്കം ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് തന്നെയാണുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ട മത്സരമാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിലേക്ക് നടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷിനെ തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന താരങ്ങളാണ് റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച, അതുപോലെ തന്നെ 2 സെന്റർ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമി പാമും, അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് പോവുകയാണെങ്കിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി ലൂണയും അതുപോലെ തന്നെ ഫ്രെഡിയെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ ലൂണ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. അടുത്ത മത്സരത്തിലും ലൂണയെ ആ പൊസിഷനിൽ തന്നെയായിരിക്കും കളിപ്പിക്കുക എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ലൂണയും അതുപോലെ തന്നെ ഫ്രെഡിയുമാണ് അവിടെ നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് പോവുകയാണെങ്കിൽ 2 വിങ്ങേഴ്സായി നോവാസോദോയി അടുത്ത മത്സരത്തിലും ഉണ്ടാവില്ല. ആദ്യ ലെവലിൽ താരം ഉണ്ടാവില്ല. പകരക്കാരനായിട്ടായിരിക്കും ഉണ്ടാവുക താരം. അതുകൊണ്ട് തന്നെ നമുക്ക് പെപ്രയും അതുപോലെ തന്നെ കോറു സിംഗിനെയും 2 വിങ്ങേഴ്സായി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അമാവിയും നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ജീസസ് ജിമിനസിനെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. എന്നാലും പെപ്ര ചിലപ്പോൾ അവിടെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരിക്കും കളിക്കുക. വിങ്ങിലായിരിക്കും അമാവി കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും കൂടാതെ മുന്നേറ്റ നിരയിൽ ജീസസ് ജിമിനസും ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈനപ്പ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ സ്കോർ ഒന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.